പാലക്കാട് ഒറ്റപ്പാലം ലക്കിടിയിൽ ട്രെയിൻ തട്ടി യുവാവിനും 1 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനും ദാരുണാന്ത്യം. ആലത്തൂർ കിഴക്കഞ്ചേരി സ്വദേശി പ്രഭുവും കുഞ്ഞുമാണ് മരിച്ചത്. മൃതദേഹം ഒറ്റപ്പാലം ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. വിവരങ്ങളുമായി സൂരജ് സജ്ജി ചേരുന്നുണ്ട്. സൂരജ്, അതീവ ദുഃഖകരമായ വാർത്തയാണ്. എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? എന്താണ് സംഭവിച്ചത് അവിടെ? പ്രജിൻ, ഏറെ സങ്കടകരമായ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഒറ്റപ്പാലം ലക്കിടി റെയിൽവേ ഗേറ്റിന് സമീപമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു ക്ഷേത്രത്തിലെ ചിനക്കത്തൂർ പൂരം നടക്കുകയാണ്. ഈ അപകടം നടന്ന റെയിൽവേ ഈ പാളത്തിന് എതിർവശത്ത് ഇവരുടെ ബന്ധുവീടായിരുന്നു. അങ്ങനെ ബന്ധുവീട്ടിൽ നിന്ന് ഇറങ്ങി ഈ റെയിൽവേ ട്രാക്ക് മുറിച്ച് കടക്കുന്നതിനിടയിലാണ് ഈ ട്രെയിൻ അപകടം ഉണ്ടാകുന്നത്. 1 വയസ്സുള്ള കുട്ടിയും അതോടൊപ്പം തന്നെ ഈ ആലത്തൂർ സ്വദേശിയായിട്ടുള്ള പ്രഭുവുമാണ് മരിച്ചത്. ഇവർ ഈ റെയിൽവേ ട്രാക്ക് മുറിച്ച് കടന്ന് 2 ട്രാക്കുകളാണുള്ളത്. ഈ ട്രാക്ക് മുറിച്ച് കടന്ന് ഏകദേശം ഈ ട്രാക്ക് പൂർണ്ണമായും മുറിച്ച് കടക്കുന്നതിനിടയിലാണ് ഈ ട്രെയിൻ എത്തുകയും പിന്നീട് ഈ ഇടിച്ചു തെറിപ്പിക്കുകയുമായിരുന്നു. ഇതിൽ കുട്ടിയുടെ തലക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. പക്ഷേ രണ്ടുപേരും അവിടെ വെച്ച് തന്നെ മരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്കാണ് നിലവിൽ ഈ മൃതദേഹങ്ങൾ മാറ്റിയിട്ടുള്ളത്. പ്രജിൻ, ഏറെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വൈകുന്നേരം 6:30-ക്ക് ഇവിടെ ഒരു യുവാവ് ഇതേ സമാനമായ രീതിയിൽ തന്നെ ട്രെയിൻ അപകടത്തിൽ മരിക്കുകയുണ്ടായിരുന്നു. തിരുവല്ലാമല സ്വദേശിയായിട്ടുള്ള യുവാവായിരുന്നു മരിച്ചത്, ഈ ട്രെയിൻ അപകടത്തിൽ മരിച്ചത്. അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും 2 പേർക്ക് കൂടി ഈ മേഖലയിൽ ജീവൻ നഷ്ടമായത്. എന്തായാലും പൂരം ആഘോഷിക്കാൻ ബന്ധുവീട്ടിലെത്തിയതായിരുന്നു. ബന്ധുവീട്ടിൽ നിന്ന് റെയിൽവേ ട്രാക്ക് മുറിച്ച് കടക്കുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായതും 2 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കും നയിച്ചത്. പ്രജിത്ത്, ശരി, സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്. അത്യന്തം സങ്കടകരമായ വാർത്തയാണ് പാലക്കാട് നിന്നും സൂരജ് പങ്കുവച്ചത്.